ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം കിട്ടിയ മുരാരി ബാബു ഇപ്പോൾ ജയിൽ മോചിതനാവുകയാണ്. രണ്ട് കേസിലും കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചത്. 90 ദിവസത്തിന് ശേഷമാണ് പുറത്തേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്തെ ജയിലിൽ നിന്നുമാണ് മുരാരി ബാബു ഇപ്പോൾ മോചിതനായത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലായ എല്ലാവരും തന്നെ ജയിലിൽ തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു, പക്ഷേ മറ്റൊരു കേസിൻ്റെ നടപടികൾ നീളുന്നതിനാൽ അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ തുടരുകയാണ്. അതിനിടയിലാണ് ഈ കേസിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന ഒരാളായി മുരാരി ബാബു മാറുന്നു. ശരി, ജാമ്യം നൽകിയപ്പോൾ വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പ്രതികൾക്ക് മാധ്യമങ്ങളുമായി ഷെയർ ചെയ്യാൻ കഴിയുന്നതല്ല. വേറെ ഉപാധികൾ സ്റ്റേറ്റ് വിട്ടുപോകാൻ പാടില്ല, പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള സാധാരണ ഉപാധികളൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മാധ്യമങ്ങളോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റ് കോടതിയിൽ വിചാരണയിലിരിക്കുന്നതായതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പറയാൻ കഴിയുന്നതല്ല. സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റും. അതെ, അദ്ദേഹത്തിന് സ്വന്തം വീട്ടിലേക്ക് പോകാം. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല. ഓക്കെ, പേരെന്താ? ഞാൻ സജി ചങ്ങനാശ്ശേരി. ഓക്കെ. മുരാരി ബാബുവിൻ്റെ അഭിഭാഷകൻ്റെ പ്രതികരണമാണ് കേട്ടത്. മുരാരി ബാബു ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. രണ്ട് കേസുകളിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് പുറത്തിറങ്ങിയത്. 90 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ഇന്ദുലേഖയുണ്ട്. ഇന്ദുലേഖ, ജയിലിലേക്ക് ആരെങ്കിലും എത്തിയിരുന്നോ? കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ടാകണം. പ്രതികരണത്തിനൊന്നും തയ്യാറായില്ല അല്ലേ? ഇന്ദുലേഖ, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. ദിവിഷ്, നിലവിൽ പ്രതികരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. കാരണം കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കരുത്, അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല തുടങ്ങിയ തരത്തിലുള്ള ഉപാധികളുണ്ട് ജാമ്യം അനുവദിച്ചതിൽ. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വക്കീൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇതുപോലെ തന്നെ, അതായത് മനസ്സിലാക്കുക, സ്വാഭാവികമായി ലഭിച്ച ജാമ്യമാണിത്. കാരണം 90 ദിവസങ്ങളായി ഇപ്പോൾ ജയിലിൽ കഴിയുകയായിരുന്നു. 90 ദിവസങ്ങൾക്ക് ശേഷവും SITക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കാതിരുന്നതിനാലാണ്. ഇടക്കാല റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനാലാണ് നിലവിൽ സ്വാഭാവികമായി ജാമ്യം ലഭിച്ചത്. സ്വാഭാവികമായി ജാമ്യം ലഭിക്കുന്ന ഈ കേസിലെ ആദ്യത്തെ പ്രതി അല്ല മുരാരി ബാബു. ഇതിനു മുൻപ് കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. പക്ഷേ രണ്ട് കേസുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയായിരുന്നു. അതിൽ 2-ാമത്തെ കേസിൽ ഇതുപോലെ തന്നെ 90 ദിവസം പൂർത്തിയാകാതിരുന്നത് കൊണ്ടും സ്വാഭാവികമായിട്ടുള്ള ജാമ്യം ലഭിക്കാതിരുന്നത് കൊണ്ടുമാണ് പുറത്തിറങ്ങാതിരുന്നത്. ഇപ്പോൾ 2 കേസിലും, ദ്വാരപാലക കേസിലും അതുപോലെ തന്നെ കട്ടളപ്പാളി കേസിലും 90 ദിവസം മുരാരി ബാബു പൂർത്തിയാക്കിയതിനാലാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ച് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ശരി, ഇന്ദുലേഖയാണ് വിവരങ്ങൾ നൽകിയത്. 2 കേസിലെ സ്വാഭാവിക ജാമ്യം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥനുമായിരുന്ന മുരാരി ബാബു ശബരിമല സ്വർണ്ണക്കൽ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു. ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്നത്.